ഹായ് എവർക്കും ഡ്രൈവർ എക്സാംസ് ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചെടുത്തിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷനുകളാണ്. ഡ്രൈവർക്കും OA നോട്ടിഫിക്കേഷനുകളാണ്. വിവിധ കമ്പനി കോർപ്പറേറ്റ് ബോർഡുകളിലേക്കുള്ള ഡ്രൈവർക്കം OA എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. ഡ്രൈവർക്കം ഓഫീസ് അറ്റൻഡന്റ്, OA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ്. അത് LMD കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മീഡിയ ഹെവി കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട് കേട്ടോ. 42/2024 ഹെവി കാറ്റഗറിയുടെ മീഡിയ ഹെവി കാറ്റഗറിയുടെ വിജ്ഞാപന നമ്പർ എന്നുള്ളത്. അതുപോലെ തന്നെ LMBയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 43/2024 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിരവധി സംശയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് PSC ഡ്രൈവർ കം OA പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. ഒന്നാമതായിട്ട് ഇതിന്റെ സിലബസ് എന്നുള്ളത് എന്താണ് എന്നുള്ളത്. ഈ സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് മാർക്കൊക്കെ 50 മാർക്ക് ടെക്നിക്കൽ പാർട്ട് എന്നുള്ളത് 30 മാർക്കായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് എല്ലാത്തിനും 50 മാർക്ക് എന്നുള്ളത് 30 മാർക്കായിട്ട് കുറച്ചിട്ടുണ്ടോ? അതായത് സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഏതിൻ്റെ സിലബസിലാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഈ സെയിം പോസ്റ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് വിളിച്ച LMBയുടെ HDVയുടെ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി, റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് കാൻഡിഡേറ്റ്സിന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ അതിൻ്റെ രണ്ടിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, എത്ര പേര് ഷോർട്ട് ലിസ്റ്റിൽ, ഏകദേശം എത്ര പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മനസ്സിലാക്കേണ്ട ഇത്തവണ എത്ര കട്ട് ഓഫ് വരും എന്നാണ്. അതിനെ കുറഞ്ഞു വരാൻ ഒട്ടും സാധ്യതയില്ല, അല്ലെങ്കിൽ പരീക്ഷ അതുപോലെ കടുകട്ടിയായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ അത്രയും കുറഞ്ഞു വരാൻ സാധ്യതയില്ല, കൂടാനാണ് സാധ്യതയുള്ളൂ അല്ലേ? കട്ട് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പരീക്ഷയുടെ നിലവാരം, എത്ര പേര് പരീക്ഷ എഴുതി, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ കട്ട് ഓഫിനെ പറ്റി പറയുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു കട്ട് ഓഫിനെക്കാളും കഴിഞ്ഞ വർഷത്തെ പോലും കട്ട് ഓഫിനേക്കാളും കൂടി വരാനും സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എന്ന് നോക്കാം. പിന്നെ മെയിനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമാണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, എന്നത്തേക്കായിരിക്കും പരീക്ഷ ഉണ്ടാവുക, ഇതിൻ്റെ പരീക്ഷ എന്നത്തേക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ട് ഇതിൻ്റെ സിലബസിൻ്റെ ഒരു PDF ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് പറഞ്ഞു പോവാം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഡ്രൈവർ കം OA പരീക്ഷ എങ്ങനെ ക്ലിയർ ചെയ്യണം, അതിൻ്റെ കടമ്പകൾ എങ്ങനെയാണെന്ന് അറിയാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇനി എക്സാം ആണോ അതോ ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണോ, വെരിഫിക്കേഷൻ ആണോ, അങ്ങനെയുള്ളതിൻ്റെ ഓർഡറുകൾ എങ്ങനെയാണ് ഒരു ഡ്രൈവർ കം OA പരീക്ഷയ്ക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ, അതിൻ്റെ കടമ്പകൾ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇനി നേരെ പരീക്ഷയല്ല, അതിൻ്റെ ഉള്ളിൽ കൺഫർമേഷൻ ഉണ്ട്, കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ് എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം അല്ലേ. അത് നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ, ക്ലാസ് ഓൾറെഡി എടുത്ത് 2-3 ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ പെയ്ഡ് കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ 17-ാം തീയതി മുതൽ, അതായത് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെങ്കിലും കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ എക്സാം ക്രാക്കർ എന്നുള്ളതിൻ്റെ ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാമിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് ഷെയർ ചെയ്തോ ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അവിടെ ഒരു പിന്നായിട്ട് ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവർ പരീക്ഷകളിലെ പുതിയതായിട്ട് തുടങ്ങുന്ന ഡ്രൈവർ പരീക്ഷകളിലെ ഡീറ്റെയിൽ എല്ലാം അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയുന്നില്ല, ഫ്രീ ആയിട്ടിട്ട വീഡിയോസും എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നിലവിലെ ഫീയും കാര്യങ്ങളും എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെല്ലാം കാണാൻ പറ്റും. പിന്നെ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ പേഴ്സണൽ ടെലഗ്രാം IDയിലേക്ക് ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ, പെയ്ഡ് കോഴ്സിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പരീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തവണ, അതായത് 301 കാറ്റഗറി നമ്പർ, അത് 2019 ആ പരീക്ഷ നടന്നത് കേട്ടോ. അത് HDV ആയിട്ടും LMB ആയിട്ട് സെപ്പറേറ്റ് പരീക്ഷയായിരുന്നു. ഇപ്പോൾ കോമൺ എക്സാം ആണ്. ഓക്കെ, അപ്പോൾ HDV ആയിട്ട് നടന്നതിൻ്റെ കൂടെ തന്നെ അന്ന് പോലീസ് ഡ്രൈവറിൻ്റെ എക്സാമും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം വന്നിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽ എത്ര പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കട്ട് ഓഫ് പറയാം. അപ്പോൾ അത് 2018 നോട്ടിഫിക്കേഷൻ വന്ന് 2019 ആ പരീക്ഷ നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ കോഴ്സിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ഇത് നമുക്ക് എടുക്കാം. പിന്നെ അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50-50 എന്നുള്ളതായിരുന്നു. 50-50 എന്നുള്ളതാണ് ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ 50-നകത്ത് മുകളിലത്തെ 50-നകത്ത് കറണ്ട് അഫയേഴ്സ്, GK, ജനറൽ നോളജ് എല്ലാം വരുമായിരുന്നു.
ഓക്കെ, ചെറിയ സയൻസ് പോർഷൻസ് എല്ലാം വരുമായിരുന്നു. പിന്നെ 50 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ പാർട്ട്, അതായത് ഡ്രൈവർ റിലേറ്റഡ് പാർട്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഉള്ളതിൻ്റെ സിലബസും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. സിലബസിൻ്റെ PDF കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LMBയുടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകണം. LMBയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ ഈ 51 തൊട്ട് കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് ടെക്നിക്കൽ പാർട്ടാണ് നമ്മുടെ പെയ്ഡ് കോഴ്സുകളിലൊക്കെ മെയിനായിട്ട് എടുക്കുന്നത്. ഈ ചാനലിൽ ടെക്നിക്കൽ പാർട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് 51ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 100ാമത്തെ ക്വസ്റ്റ്യൻ വരെ 100ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് LMB തസ്തികയുടെ അന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകാം. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നതിൽ പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഇത് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഇതിൻ്റെ സിലബസ് ഇപ്പം അന്നുണ്ടായിരുന്നതിൻ്റെ 50 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റഗറി നമ്പർ 42/2024 അതുപോലെ തന്നെ 43/2024 സിലബസ് നിലവിൽ സിലബസ് വന്നിട്ടില്ല. എന്നാൽ സിലബസ് എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് വരുന്നത് നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞല്ലോ. ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷനാണ്. ഈ പരീക്ഷ എഴുതും എന്നുള്ളതിൻ്റെ സ്ഥിരീകരണം. ആ കൺഫർമേഷൻ ടൈമിൽ അതിൻ്റെ എക്സാം ഡേറ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാമിനേഷൻ കലണ്ടർ വന്നു കഴിയുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് എക്സാമിനേഷൻ കലണ്ടർ ഉണ്ടാവും. ആ എക്സാമിനേഷൻ കലണ്ടറിലായിരിക്കും ഈ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്, എന്ന് മുതലാണ് കൺഫർമേഷൻ കൊടുക്കാൻ തുടങ്ങേണ്ടത്, എത്ര ദിവസം വരെ കൺഫർമേഷൻ കൊടുക്കാം, പിന്നെ എക്സാം ഡേറ്റ്, അതുപോലെ തന്നെ സിലബസ് എന്നുള്ള എല്ലാം എക്സാമിനേഷൻ കലണ്ടർ വരുമ്പോഴാണ് ഉണ്ടായിരിക്കുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എക്സാം നടക്കാൻ സാധ്യതയുള്ളത് എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം തന്നെ എക്സാമിനേഷൻ നടക്കാനായിട്ട് ഇതിൻ്റെ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള 2 തസ്തികളുടെയും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷം അവസാനിക്കും. അപ്പം അടുത്ത വർഷം അവസാനിക്കുമ്പോഴത്തേക്കും അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ ഇതിൻ്റെ കൺഫർമേഷൻ വിളിച്ച് ഇതിൻ്റെ എക്സാം നടത്തി പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഈ വർഷമെങ്കിലും എക്സാം നടത്തണം. അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ഒരു ഉത്തരമായല്ലോ. എക്സാം എന്നത്തേക്ക് പ്രതീക്ഷിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് 90% ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അതല്ലെങ്കിൽ മാറിപ്പോയാൽ അടുത്ത വർഷം ജാനുവരി ഫെബ്രുവരി അത്രയൊന്നും പോവില്ല. ഈ വർഷം തന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് നിലവിലുള്ള സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർ കം OA എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള നിലവിലുള്ള സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഈ കാണുന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സിലബസ് ആണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കുള്ളൂ, 90% ഇത് തന്നെ ആയിരിക്കുള്ളൂ ഡ്രൈവർ കം OA എന്ന് പറയുന്ന പരീക്ഷയുടെ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ സിലബസ് എന്നുള്ളത്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 7 മോഡ്യൂളായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. 7 മോഡ്യൂൾ നിങ്ങൾക്ക് കാണാം. 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്ന മോഡ്യൂളായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഈ 7 മോഡ്യൂളിൽ 40 മാർക്കാണുള്ളത് കേട്ടോ. ഈ 7 മോഡ്യൂളിലും കൂടി 40 മാർക്കാണുള്ളത്. ബാക്കി മാർക്ക് വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പാർട്ട് B ആയിട്ട് പൊതുജന ആരോഗ്യം എന്ന് പറയുന്നൊരു മോഡ്യൂൾ ഒന്നുണ്ട്. അതിന് 10 മാർക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 40ഉം 10ഉം എത്രയായി? 50 മാർക്കാണ് ഇവിടെ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ബാക്കി 50 മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 ഡ്രൈവിംഗ് എന്ന് പറയുന്നതാണ് കേട്ടോ. പാർട്ട് 2 ഡ്രൈവിംഗ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ മെയിനായിട്ട് 4 കോഴ്സ് ഡ്രൈവറുടെ 4 കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ ലിസ്റ്റിൽ വന്ന കോഴ്സാണ്. ഡ്രൈവർ എക്സാം ക്രാക്കർ എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനൽ പിൻ ചെയ്ത് ഇരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിയിട്ടുണ്ടായാൽ മതി. ഓക്കെ, ജസ്റ്റ് ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത് 50 മാർക്കിനുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുകയുള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ പുതിയൊരു ഡ്രൈവർ പരീക്ഷകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വേണ്ട കാര്യം വേണ്ടാത്ത കാര്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് എക്സ്പീരിയൻസ് കൊണ്ടും മാത്രമാണ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കോഴ്സ് എടുത്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടൊക്കെയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കോഴ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന 40 മാർക്കിൻ്റെ ടോപ്പിക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാം. നമുക്ക് ബാക്കി കുറേ ഡീറ്റെയിലുകൾ ഇവിടെ നോക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു, നിലവിൽ എത്ര അഡ്വൈസൊക്കെ പോയെന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിലബസ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതാണ് പൊതുജന ആരോഗ്യത്തിൽ ഫസ്റ്റ് മോഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട
സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഫസ്റ്റ് മോഡ്യൂൾ കേട്ടോ. അതിനകത്ത് കൃത്യമായിട്ട് മാർക്കും പറഞ്ഞിട്ട് 5 മാർക്കാണ് ഉള്ളത്. ഓക്കെ, ഓടിച്ചൊന്ന് പറഞ്ഞു പോകാമേ. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലയിലെ പുരോഗതികളും നേട്ടങ്ങളും. അതിന് 5 മാർക്കാണുള്ളത് കേട്ടോ. ഇതിന്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചെന്ന് നോക്കിയാൽ ഇതിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ടെലഗ്രാം ചാനലിലെ ലിങ്ക് കേട്ടോ. ഓക്കെ, അപ്പം മൂന്നാമത്തെ മോഡ്യൂൾ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് സിലബസ് വന്നു കഴിയുമ്പോഴും അത് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ താല്പര്യമുള്ളവർക്കൊന്ന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുകയെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ മോഡ്യൂൾ പറഞ്ഞു ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, അതായത് ഇതിനകത്ത് വരുന്ന ഇന്ത്യൻ ഭരണഘടനയായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്തും 5 മാർക്കാണ് വരുന്നത് കേട്ടോ. നാലാമത്തെ മോഡ്യൂൾ GK നാലാമത്തെ മോഡ്യൂളിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഇന്ത്യയുടെ അതിർത്തികൾ, ഇന്ത്യയുടെ അതിരുകൾ, അയൽ രാജ്യങ്ങൾ, അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നാലാമത്തെ മോഡ്യൂൾ. അതിനും 5 മാർക്കാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ മോഡ്യൂൾ കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രമാണ്. പിന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് 10 മാർക്കാണുള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആറാമത്തെ മോഡ്യൂൾ GK ആറാമത്തെ മോഡ്യൂൾ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. ഓക്കെ, അപ്പോൾ അതിന് 5 മാർക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ ഏഴാമത്തെ മോഡ്യൂൾ GK ഏഴാമത്തെ മോഡ്യൂൾ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അതും 5 മാർക്കാണ്. മെയിനായിട്ട് ഈ ഒരു ഏരിയ എന്ന് വരിക ഇത് GKയുമായി ബന്ധപ്പെട്ട GK അല്ല, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരിക. അല്ലാത്തതും വരാറുണ്ട്. മെയിനായിട്ട് കറണ്ട് ബേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിൽ നിന്നും വരും, മുകളിലത്തെ മേഖലയിൽ നിന്നും വരും. ക്വസ്റ്റ്യൻസ് കറണ്ട് ബേസിൽ ഇടാൻ പറ്റുന്നത് കൂടുതലും ഈ ഒരു ഏഴാമത്തെ മോഡ്യൂളിലാണ് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കറണ്ട് ബേസ് ഇല്ലല്ലോ എന്ന് ഓർത്തിരിക്കേണ്ട, ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ കറണ്ട് ബേസും കൂടി വരുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് 40 മാർക്കായിട്ടുള്ളത് അല്ലേ, 40 മാർക്കായിട്ടുള്ളത്. അപ്പോൾ 40 മാർക്കിൽ തന്നെ GKയും കറണ്ട് ബേസും ഇൻക്ലൂഡഡ് ആയിപ്പോയെ. പിന്നെ 10 മാർക്ക് എന്ന് പറയുന്നത് പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. പൊതുജന ആരോഗ്യം, അതിനകത്ത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വരും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം വരുന്നുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പോൾ 40+10 50 മാർക്കായി. പിന്നെ നമ്മൾ കോഴ്സ് എടുക്കുന്ന ടോപ്പിക്കായിട്ടുള്ള ഡ്രൈവിംഗ് പാർട്ട്, ഇത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രൈവർ കം OA എന്ന് പറയുന്ന പരീക്ഷയുടെ നിലവിലുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പരീക്ഷ ഡ്രൈവർ കം OAക്ക് നടന്ന 6/5/2024 കേട്ടോ. 6/5/2024 അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് അല്ലെ, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് 6/5/2024 നടന്ന പരീക്ഷയുടെ ഡ്രൈവർ കം OA പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പറയുന്ന 50 GKയും അതുപോലെ തന്നെ ബാക്കി കാണിച്ചിട്ടാണ് 50 GK. അതായത് ഈ 50 GK എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 മാർക്കിനകത്ത് GKയും കറണ്ട് ബേസും വരും. പിന്നെ 10 മാർക്ക് പൊതുജനാരോഗ്യം എന്ന് പറയുന്നുള്ളത് വരും. 41ാമത്തോട്ട് ഉണ്ടോ, ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം ഏതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 10 മാർക്ക് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് വരും. പിന്നെ 51ാമത്തോട്ട് നമ്മുടെ ടോപ്പിക്ക്, നമ്മൾ കോഴ്സ് എടുക്കുന്ന ടോപ്പിക്ക് ഉണ്ട്, ഏതാണ്, ഡ്രൈവിംഗ് പാർട്ട് എന്നുള്ളത്. ഇതാണ് നിലവിലെ സിലബസ് എന്ന് ഓർത്തിരിക്കുക. ഇത് തന്നെ ആയിരിക്കും 90% ഇത് തന്നെ ആയിരിക്കാം, ഈ ഒരു സിലബസിൽ തന്നെ ആയിരിക്കാം നമ്മുടെ LMVയും HDVയും തസ്തികയിലേക്കുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ തസ്തികയിലേക്കുള്ള കോഴ്സ് പരീക്ഷ നടക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ട്രേഡ് പാർട്ടിൽ ഈ 50 മാർക്കിൽ 51 മുതൽ 100 വരെയുള്ള മാർക്കിലെ കോഴ്സാണ് നമുക്കുള്ള GKയും കറണ്ട് ബേസും മറ്റേ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്കില്ല. ഈ 51 തൊട്ട് 100 വരെയുള്ള ടെക്നിക്കൽ പാർട്ടിൽ ഡ്രൈവർ പാർട്ടിൽ നമുക്ക് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 2 മാസത്തെ കോഴ്സാണ്. ഡ്രൈവ് ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കോഴ്സ് 2 മാസം കൊണ്ട് തീർന്നാലും ഈ പറയുന്ന പരീക്ഷ വരെ നിങ്ങൾക്ക് ആ കോഴ്സിലെടുത്ത റെക്കോർഡ് ക്ലാസ്സുകൾ കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടെലഗ്രാം ചാനൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത്. 50 മാർക്കിനാണല്ലോ, 30 മാർക്കായിട്ട് മാറ്റിയില്ലേ, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി ചോദിക്കുക എന്നുള്ളത്.
30 മാർക്കായിട്ട് മാറ്റിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നേ ഒരു പരീക്ഷ നടന്നിരുന്നത് പോലീസ് ഡ്രൈവർ അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയൊക്കെ നടന്നിരുന്നു അല്ലേ? പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ. അപ്പോൾ അതിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഈ ഒരു കാണുന്നത് കേട്ടോ. ഈ ഒരു കാണുന്നത് അതിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതുണ്ട് ചരിത്രം 4 മാർക്ക്, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. കലാ, സാഹിത്യ, നമസ്കാരം, അതുപോലെ തന്നെ ആനുകാലിക സംഭവങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് 10 മാർക്ക്. പിന്നെ അതിനകത്ത് മാത്സ് വരുന്നുണ്ടായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ ആണെങ്കിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും, ഫയറിൻ്റെ ആണെങ്കിൽ ഫയറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് 30 മാർക്ക് എന്നുള്ളത് ചേഞ്ച് ആയത് കേട്ടോ. അവിടെ 30 മാർക്ക് എന്നുള്ളത് ചേഞ്ച് ആയിരുന്നു ആ പരീക്ഷകൾക്ക്. അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പോലെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയെടുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ ഉൾപ്പെടുത്തിയെടുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നെടുത്ത കുട്ടികൾക്ക് ഏകദേശം ഒരു കോഴ്സ് എടുത്തുള്ള ടൂറിസം ഷോപ്പർ, അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവറിന് എല്ലാ കോഴ്സ് യൂസ് ചെയ്യാൻ പറ്റി. 2 മാസം കൊണ്ട് കോഴ്സ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല മാർക്ക് തന്നെ അവർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട്. ടൂറിസം ഷോപ്പിലൊക്കെ ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് ട്രേഡ് പാർട്ടിൽ 40+ എന്നാണല്ലോ മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 45 അടുത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് എടുക്കുമ്പോഴും പുതിയ കോഴ്സ് എടുക്കുമ്പോഴും പുതിയ 30 മാർക്കിലേക്ക് കുറച്ചത് അത് +2 ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് പറയുന്നുണ്ടോ എന്നാണുള്ളത്. അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിനകത്തുനിന്ന് നോക്കിയിട്ട് ഈ ഒരു ഡ്രൈവർക്ക് നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. പുതിയ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ നോക്കിയിട്ടും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് എനിക്കറിയാമല്ലോ. എക്സ്പീരിയൻസ് വെച്ച് ക്ലാസ് എടുത്ത് വെച്ച് എനിക്കറിയാം. അപ്പോൾ അതിനകത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്തും കൂടെ ഉൾപ്പെടുത്തിയെടുത്ത് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സിലബസ് മാറിയിട്ടുണ്ടോ, ആ സിലബസ് ആണോ ഈ സിലബസ് ആണോ, ഇനി വാഹനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ചോദിക്കില്ലേ എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷ നമുക്ക് നോക്കിയാലറിയാം. വാഹനം എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും, അതായത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എഞ്ചിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി പാർട്ടിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് താരതമ്യേന കുറവാണ്. ഓക്കെ അത് പുതിയ സിലബസ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ആക്റ്റുകൾ പുതിയ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്. എന്നും വെച്ചുകൊണ്ട് നമുക്ക് ഈ വാഹനം എന്ന് പറയുന്ന ടോപ്പിക്ക് പാടെ അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകാനായിട്ട് പറ്റത്തില്ല. ആ പറയുന്ന ടോപ്പിക്ക് നമുക്ക് പുതിയതായിട്ട് ചോദിക്കുന്ന രീതിയിലുള്ളതും നമുക്ക് പഠിക്കണം, അതുപോലെ തന്നെ പഴയതും പഠിക്കണം. ഇൻ കേസ് ഇനി ട്രെൻഡ് മാറിയെന്ന് വെച്ചുകൊണ്ട് എല്ലാ പിള്ളേരും ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതും പണി കിട്ടും. അപ്പോൾ ഈ വാഹനം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എടുത്തു തരും. പുതിയ ട്രെൻഡിങ് ടോപ്പിക്ക് പോലെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയായിരിക്കും ഈ 50 മാർക്കിൻ്റെ. ഇതിനകത്ത് 50 മാർക്കാണുള്ളത്. ഓക്കെ 90% 50 മാർക്ക് തന്നെയായിരിക്കും. ഈ ഒരു സിലബസ് തന്നെയായിരിക്കും. 30 മാർക്കല്ല, 50 മാർക്കും ട്രേഡ് പാർട്ടും ഉണ്ടായിരിക്കും. ഈ സിലബസ് ഞാൻ പറഞ്ഞു. കൺഫർമേഷൻ ചോദിക്കും, എക്സാമിനേഷൻ കലണ്ടർ വരുമ്പോൾ അറിയത്തുള്ളൂ. 90% ഇത് തന്നെയായിരിക്കും. ഇത് അടിസ്ഥാനത്തിൽ 50 മാർക്കിന് ചോദ്യം വരും, 30 മാർക്കിനല്ല 50 മാർക്കിന് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പുതിയതും പഴയതും ഒക്കെ ഉൾപ്പെടുത്തി വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഉൾപ്പെടുത്തിയിരിക്കും ക്ലാസ് എടുത്ത് തരുമെന്ന് ഓർത്തിരിക്കാം. അപ്പം സിലബസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡൗട്ട് തീർന്നുവെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി അറിയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ എത്ര പേര് വന്നു എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് ഡി വിയുടെ അത് നോക്കിക്കോട്ടോ. HDV ഡ്രൈവർ കം ഓഫീസറിൻ്റെ മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ വേരിയസ് ഗവൺമെൻറ് ഉണ്ട് കമ്പനീസ്, കോർപ്പറേഷൻ അതോറിറ്റീസ്, കോർപ്പറേഷൻ ബോർഡുകളിലേക്ക് നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 500+600+ ഷോർട്ട് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും എല്ലാം കൂടെ കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം റാങ്ക് ലിസ്റ്റിൽ 244 പേരെയാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 224 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 61 സംതിങ് ആണ് കേട്ടോ. 61 സംതിങ് ആണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ ഇനി അടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ഇതിനകത്ത് 224ഓളം പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് HDVയുടെ ആണ് കേട്ടോ. എന്തിൻ്റെയാണ്? HDV ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് എത്ര പേരെ ഇതിൻ്റെ നിലവിൽ 224 പേരെ മെയിൻ ലിസ്റ്റിനും ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. വിവിധ കാറ്റഗറിയിൽ വരുന്നവരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ ആനുപാതികമായിട്ടുണ്ടോ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ നിലവിൽ 224 പേരെ മെയിൻ ലിസ്റ്റിലും ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എത്ര പേര് നിലവിൽ അതിൻ്റെ HDVയുടെ പോയിട്ടുണ്ടെന്ന് നോക്കാം, അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് LMBയുടെ കട്ട് ഓഫും എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാറ്റഗറി നമ്പർ 390 അല്ല, 390 LMB ആണ്. ആദ്യം നമ്മൾ HDVയുടെ നോക്കാം. HDVയുടെ
കാറ്റഗറി നമ്പർ എന്ന് വെച്ചാൽ 121 കേട്ടോ. 121 129/2018 എന്ന് പറയുന്നതാണ് HDയുടെ. ആ HDയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ കാറ്റഗറിയിൽ 188 പേർക്ക് കേട്ടോ. ഓപ്പൺ കാറ്റഗറിയിൽ 188 പേർക്ക്. അതെ, 224 പേരെ ലിസ്റ്റ് ഇട്ടപ്പം ഓപ്പൺ കാറ്റഗറി തന്നെ ഇപ്പൊ തന്നെ 188 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 202 പിന്നെ വിവിധ സപ്ലിമെന്ററി ലിസ്റ്റുകളിലെ 193ാമത്തെ റാങ്ക് ഉള്ള ഈഴവ ഉദ്യോഗാർത്ഥിക്ക് ഇപ്പൊ നിലവിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള 9ാമത്തെ റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്കും പോയിട്ടുണ്ട്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 07 സപ്ലിമെന്ററി ലിസ്റ്റിൽ 13ാമത്തെ റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ ആനുപാതികമായിട്ടുള്ള കാറ്റഗറി നമ്പർ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞ സമയം കഴിയുന്നില്ല, ഇത് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു സ്കോപ്പുള്ള ഒരു പരീക്ഷയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 390/2018 എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ രാഷ്ട്ര ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് ഇതിൽ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ കടന്നു LMB സർട്ടിഫിക്കറ്റ് LMB അടിസ്ഥാന കാറ്റഗറി നമ്പർ. അപ്പം അതിൻ്റെ ഈ വർഷം അവസാനം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അതിനകത്തും 155 പേരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, HDVക്കാണ് കൂടുതൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നത് കേട്ടോ. LMBയെക്കാളും HDVക്കാണ് കൂടുതൽ നിയമനം നടന്നിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് LMBക്ക് 181, HDVക്ക് നിലവിലത്തെ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റിലാണ് പറയുന്നത്. ടോട്ടൽ അഡ്വൈസ് 202 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം LMBക്ക് 155 OC, ഈഴവ 164ാമത്തെ റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് പോയിട്ടുണ്ട്. SC സപ്ലിമെൻ്ററി ലിസ്റ്റ്, SCയും STയും സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നാലും കടന്നിട്ടുണ്ട് കേട്ടോ. കടക്കുന്നതാണത്. അതൊരു 100, 125, 100ഒക്കെ ആയി കഴിയുമ്പോൾ 100ന് പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിന് മുന്നേയൊക്കെ തന്നെ നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ല, എന്നാലൊരു ഇന്ന് പറഞ്ഞു എന്നുള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് SC ST ഒക്കെ എന്നാലും പോകുന്നതാണ്. ഇവിടെ മുസ്ലിം 250ാമത്തെ റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ആൾക്കാർ നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഈ ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിച്ചത് കേട്ടോ. അവർക്ക് ഡിലീഷനും ഒക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു റാങ്കിലേക്ക് ഇത് നിലവിൽ പോയിട്ടുള്ളത് എന്നും കൂടി ഒരു സത്യാവസ്ഥയാണ്. എന്നിരുന്നാലും അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്കോപ്പുള്ളൊരിതാണ്. പിന്നെ പോലീസ് പോലെയൊന്നും ഒരുപാട് നിയമനം നടക്കുന്നതല്ല. കഴിഞ്ഞ പോലീസ് ഡ്രൈവർ പോലെയൊന്നും നിയമനം നടക്കുന്നതല്ല. എന്നിരുന്നാലും ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തിക തന്നെയാണ്. നിങ്ങൾക്ക് വേരിയസിൻ്റെ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേക്കുള്ള അതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാം. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഏകദേശം നിയമനം ഇത്രയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇത്തവണയും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കോഴ്സുകൾ ട്രേഡ് പാർട്ട് കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ചേരാം. ഫ്രീ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതാണ് അല്ലേ. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു തസ്തികയെ സംബന്ധിച്ച് ഈ ഒരു 2 ഘട്ടവും കഴിഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈയും ചെയ്തു. ഇനി ഒരു 3ാമത്തെ ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ, അത് ഈ പരീക്ഷ നമ്മൾ എഴുതും എന്നുള്ളതിനൊരു സ്ഥിരീകരണം കൊടുക്കണം. അതായത് അപ്ലൈ ചെയ്താൽ മാത്രം പോലെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫർമേഷനും ആ ഡേറ്റ് നോക്കി തന്നെ കൊടുക്കണം. അത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ കലണ്ടർ വരുമ്പോഴാണ് അറിയാനായിട്ട് സാധിക്കുക. എക്സാമിനേഷൻ കലണ്ടർ വന്നു കഴിയുമ്പം ഇത്ര ഡേറ്റ് തൊട്ട് ഇത്ര ഡേറ്റ് വരെയുള്ള തീയതിയിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കും എന്നുള്ളതിന് കൺഫർമേഷൻ അവൻ്റെ പ്രൊഫൈൽ മുഖാന്തരം കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ എക്സാമിനേഷൻ കലണ്ടറിൽ അതിൻ്റെ കറക്റ്റ് എക്സാം ഡേറ്റും എക്സാം എന്നാണ് നടക്കുന്നത് എന്നുള്ള ഡേറ്റും തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. 99% എക്സാമിനേഷൻ കലണ്ടർ വരുമ്പോൾ അതിൻ്റെ ഡേറ്റും തരുന്നിട്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് സിലബസിൻ്റെ PDF-ഉം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക.
പരീക്ഷ ഈ വർഷം തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് തന്നെ പഠിക്കുക. നല്ലൊരു സാധ്യതയാണ്. അത്യാവശ്യം നല്ലൊരു ബോർഡിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു സാലറി ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഓഫീസറിനും കൊണ്ടായതുകൊണ്ടുകൂടി പ്രൊമോഷൻ സാധ്യതയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓക്കെ. അപ്പോൾ നാലാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എക്സാം ആണ് അല്ലേ. എക്സാം OMR എക്സാം എഴുതുക എന്നുള്ളതാണ്. ഇനി OMR എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത മാർക്ക് നമ്മൾ കണ്ടില്ലേ, ഇത്ര കട്ട് ഓഫ് 61 കട്ട് ഓഫ്, അല്ലെങ്കിൽ മറ്റേതിൻ്റെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞില്ലല്ലേ, LMBയുടെ കട്ട് ഓഫ് എന്ന് മറ്റേതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LMB HDBയുടെ 61 എന്ന് പറഞ്ഞാൽ LMBയുടെ കട്ട് ഓഫ് 66 സംതിങ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ LMBയുടെ കട്ട് ഓഫ് 66 സംതിങ്ങും HDBയുടെ കട്ട് ഓഫ് 61 സംതിങ് ആയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പം ഷോർട്ട് ലിസ്റ്റ് വരും എന്നുള്ളതാണ് കേട്ടോ. ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവരെ പ്രാക്ടിക്കലിനായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുക കേട്ടോ. പ്രാക്ടിക്കലിനായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്ത് പ്രാക്ടിക്കലിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവരെ എന്തിന് ശരിക്കും വെരിഫിക്കേഷനായിട്ട് ക്ഷണിക്കുന്നതാണ്. കോമൺ ആയിട്ട് ഇങ്ങനെയാണ് നടക്കുക. ചിലപ്പം ജസ്റ്റ് ചേഞ്ചസിലും നടക്കാം. ഓക്കെ. ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞ് വെരിഫിക്കേഷനൊക്കെ ഓക്കെ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിനും ഒരു കുഴപ്പമില്ല. അതുപോലെ ബാഡ്ജ് എന്നുള്ളത് LMBക്ക് നിലവിൽ ബാഡ്ജ് വേണ്ട കേട്ടോ. ബാഡ്ജ് വേണ്ട. അതുപോലെ തന്നെ HDBക്ക് ആണെങ്കിൽ ബാഡ്ജ് വേണം കേട്ടോ. അപ്പോൾ ബാഡ്ജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, HDB വന്നു കഴിയുമ്പോൾ അതിനകത്ത് ബാഡ്ജ് എന്തെങ്കിലും കട്ടായിട്ടുണ്ടോ നോക്കും. ഹെവിയിൽ വന്നു കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർ ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ SSLCയുടെയും ഈ പറയുന്ന ലൈസൻസിൻ്റെ ഡോക്യുമെൻറ്റുകളും പർട്ടിക്കുലേഴ്സ് ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും കേട്ടോ. ഓക്കെ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അന്നേരം ഹാജരാക്കണം. ഈ വെരിഫിക്കേഷൻ സമയത്ത് പർട്ടിക്കുലർ നിങ്ങൾ അന്നേരം കേട്ടോ, പുതിയ ഉദ്യോഗാർത്ഥികളാണ് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലർ ഹാജരാക്കാൻ പറയും. അതുപോലെ അതിൻ്റെ ജാതകം എന്ന് പറയാം, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷനിൽ പറയും പ്രകാരമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഒറിജിനൽ ലൈസൻസ് ഒക്കെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ആ വെരിഫിക്കേഷനും കൂടെ ക്ലിയർ കഴിയുമ്പോൾ എട്ടാമതായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ട് പിന്നെ റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ റൊട്ടേഷൻ ചാർട്ടിന് അനുസരിച്ച് ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്താണ് അപ്പോയിൻമെൻറ്റ് അല്ലേ. പിന്നെ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് വരും. അഡ്വൈസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു കോമൺ ആയിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കടമ്പ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര 10 എണ്ണമായിട്ടൊന്നും എഴുതിയിട്ടുള്ളതെന്ന് ഓർക്കണ്ട, ഈ 10 കടമ്പ ഉണ്ടെന്ന് ഓർക്കണ്ട, വളരെ സിമ്പിളാണ്. അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് നടന്ന് അങ്ങ് പൊക്കോളും. ഓക്കെ. അപ്പോൾ പുതിയ വിദ്യാർത്ഥികളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നാണ്. കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. നമുക്കൊന്നും അന്നൊന്നും ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും അത്രയും പോപ്പുലറായിട്ടും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കുറച്ച് കാര്യങ്ങളെന്ന് ഓർത്തിരിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡ്രൈവർ സംക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ. വാട്സപ്പും കോളിൽ ചെയ്യാൻ നിൽക്കാതെ ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് ചെയ്യുക. നമുക്ക് ടെക്നിക്കൽ പാർട്ട് മാത്രമാണുള്ളൂ, ബാക്കി പാർട്ട് നമുക്കില്ല. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രീ ക്ലാസ്സുകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ഫ്രീ വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. പുതിയ കോഴ്സ് സംബന്ധിച്ച് ഡീറ്റെയിൽ അറിയാൻ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതിയേ, പിൻ ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു വീഡിയോ കാണാം. മറ്റൊരു ക്ലാസ് വീഡിയോയിലായിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ.